പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ സമാഗതമാകുകയാണല്ലോ. ക്രിസ്മസിന്റെ ഓർമ്മകളെക്കുറിച്ച് എന്റെ ഭാര്യ നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഓണം കഴിഞ്ഞ് ശൈത്യകാലം തുടങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി വീശി വരുന്ന ഒരു ഉത്സവഗന്ധമുണ്ട്. അതാണ് ക്രിസ്മസ്. നക്ഷത്രങ്ങൾ കൂട്ടത്തോടെ തെളിയാൻ തുടങ്ങുമ്പോൾ അവയുടെ കാഴ്ച മനസ്സിലൊരു സന്തോഷം പടർത്തും. ആ കാഴ്ച തന്നെ ഒരു വിരുന്നു പോലെയാണ്. പണ്ട് കാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അലങ്കാരങ്ങൾ ഒരുക്കുക ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികൾ ആവേശത്തോടെ സഹായിക്കുക. ഒരു കുടുംബം നിർമ്മിക്കുന്ന ആഘോഷത്തിന്റെ ചൂടായിരുന്നു ഇത്. ക്രിസ്മസ് ഭക്ഷണം പറഞ്ഞില്ലെങ്കിൽ ഈ കഥ പൂർണ്ണമാവില്ല. ഇറച്ചിക്കറി, പച്ചക്കറി സ്റ്റൂ, ക്രിസ്മസ് കേക്ക്, ഓരോരോ വിഭവങ്ങൾ ഓരോ കുടുംബത്തിലും വേറെ വേറെയാണ്. ക്രിസ്മസിന്റെ സുഗന്ധം അറിയിക്കുന്നത് ഈ ഭക്ഷണം തന്നെയാണ്. വീടുകളിൽ വരികയും പാടുകയും ചെയ്യുന്ന കരോൾ സംഘങ്ങൾ നമ്മുടെ ക്രിസ്മസിലെ ഹൃദയസ്പർശിയായ ഭാഗങ്ങളിലൊന്നാണ്. അത് കേൾക്കുന്നവർക്ക് പകരുന്ന ഒരു സന്തോഷമുണ്ട്. അവർ പാടുന്നത് വെറും പാട്ടല്ല, ഒരു സന്ദേശമാണ്. വിജയം, സ്നേഹം, സമാധാനം. വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ അത് നമുക്ക് പകരുന്ന ഒരു സമാധാനമുണ്ട്. നമ്മുടെ പള്ളിയിലെ പാതിരാ കുർബാന അതുല്യമാണ്. ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുമ്പോൾ പാട്ടുകളും പ്രാർത്ഥനകളും ചേർന്ന് അതൊരുക്കുന്ന സമാധാനം വലുതാണ്. ക്രിസ്മസിന്റെ യഥാർത്ഥ പ്രാധാന്യം വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. പങ്കുവെക്കലാണ് അതിന്റെ മനോഹാരിത. ക്രിസ്മസ് വേളയിൽ മതഭേദമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന കാഴ്ച അതുല്യമാണ്. ക്രിസ്മസ് ലോകത്തോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമുക്ക് സ്നേഹം പകരാൻ, ദയ കാണിക്കാം. വെളിച്ചം കുറവുള്ളവരുടെ കൂടെ നിൽക്കാൻ ഈ ക്രിസ്മസ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.